ശ്രീ എം വിജയൻ. സർ, SIT അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും നിരന്തരമായി നുണകൾ പ്രചരിപ്പിച്ച് ചോദ്യോത്തര വേള തന്നെ തടസ്സപ്പെടുത്തുന്ന ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് സർ പ്രതിപക്ഷം സഭയിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, സംസ്ഥാനത്ത് റെയിൽവേ ഓവർ ബ്രിഡ്ജുകൾ, നമ്മുടെ ഗവൺമെൻറ് റെയിൽവേ മേൽപ്പാലങ്ങളിൽ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിൽ വളരെ മാതൃകാപരമായ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർ, റെയിൽവേ ഓവർ ബ്രിഡ്ജുകളുടെ നിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ ഇതുവരെ എത്ര തുകയാണ് അനുവദിച്ചിട്ടുള്ളതെന്ന് വിശദീകരിക്കാം. മിനിസ്റ്റർ. സർ, സംസ്ഥാനത്ത് റെയിൽവേ ഓവർബ്രിഡ്ജുകളുടെ നിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ എല്ലാ നിലയിലും ഇടപെടൽ നടത്തുന്നുണ്ട്. സർ, കിഫ്ബി പദ്ധതി, പൊതുമരാമത്ത് പദ്ധതികൾ എന്നിവയിൽ ഉൾപ്പെടുത്തി 70 ROBകളുടെ നിർമ്മാണത്തിന് ഇതുവരെയായി 2403 കോടി 42 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. സർ, കണ്ണൂർ വേങ്ങര റെയിൽവേ ഓവർബ്രിഡ്ജിന് കിഫ്ബി വഴി 20 കോടി 84 ലക്ഷം രൂപയും, തിരൂർ ROB പൂർത്തീകരണത്തിന് ബ്രിഡ്ജസ് ഭാഗത്തിന് 3 കോടി 95 ലക്ഷം രൂപയും, പൊന്മുണ്ടം ബൈപ്പാസ് ROB പൂർത്തീകരണത്തിന് 33 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. സർ, ഇതിൽ നമ്മളിവിടെ പൊതുവെ എടുത്ത് പരിശോധിച്ചാൽ റെയിൽവേ അണ്ടർപാസുകൾ നിർമ്മിക്കുന്നുണ്ട്. നിലമ്പൂർ യാർഡ് ഗേറ്റിലെ റെയിൽവേ അണ്ടർപാസ് പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞു. അവിടുത്തെ ജനങ്ങൾ ഏറെ കാലമായി ആഗ്രഹിച്ച പ്രവൃത്തിയാണിത്. സർ, അതുപോലെ തന്നെ കോഴിക്കോട് വെള്ളയിൽ റെയിൽവേ അണ്ടർപാസിന്റെ പ്രവൃത്തി ടെൻഡറിംഗ് സ്റ്റേജിലാണ്. ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഇവിടെയുണ്ട്. അദ്ദേഹം ഈ വിഷയം ഒരുപാട് ഉന്നയിച്ച ആളാണ്. സാർ, ഇപ്പോൾ ബഹുമാന്യനായ കല്യാശ്ശേരി MLA ശ്രീ വിജിൻ നേരത്തെ തുടർച്ചയായി പറഞ്ഞൊരു വിഷയം കൂടി ശ്രദ്ധപ്പെടുത്തുന്നു. സാർ, പഴയങ്ങാടി അണ്ടർപാസ് പ്രവൃത്തിക്ക് 7 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഈ സഭയെ അറിയിക്കുകയാണ്. ഇവിടെ M വിജിൻ ഉൾപ്പെടെയുള്ള MLA മാർ തുടർച്ചയായി ഇടപെട്ടാണ് ഫണ്ട് അനുവദിച്ചത്. റെയിൽവേയാണ് പ്രവൃത്തി നിർവഹിക്കുക. നിലവിൽ പ്രവൃത്തിക്ക് ആവശ്യമായ തുക റെയിൽവേയിൽ സംസ്ഥാന സർക്കാർ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു. അവിടുത്തെ ഭൂമി ഏറ്റെടുക്കൽ പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുകയാണ്. സാർ, അണ്ടർപാസ് നിർമ്മാണ പ്രവൃത്തി എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്ന് റെയിൽവേയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ PWD കൃത്യമായി പരിശോധിച്ച് മുന്നോട്ട് പോകും. സാർ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, പഴയങ്ങാടി അണ്ടർപാസ് എന്ന ദീർഘകാലത്തെ ആവശ്യം കല്യാശ്ശേരിക്ക് അനുവദിച്ചതെന്ന മന്ത്രിയെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. സർ, ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായി അണ്ടർപാസുകൾ നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ച് മന്ത്രി ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. സർ, എവിടേക്കാണ് ഇത് പുതുതായി നിർമ്മിക്കാൻ തീരുമാനിച്ചതെന്ന് വിശദീകരിക്കാം. മിനിസ്റ്റർ. നിരവധി ഇടങ്ങൾ പുതുതായി നിർമ്മിക്കാൻ ഇടപെട്ടിട്ടുണ്ട്. ഈ സർക്കാരിന്റെ കാലയളവിൽ ഒരു റെക്കോർഡ് എണ്ണമായിട്ടാണ് വരുന്നത്. സാർ, ബാനർ പിടിച്ച് സഭ തടയാൻ ശ്രമിച്ചാൽ ഒരു റെയിൽവേ ഓവർബ്രിഡ്ജ് പോലെ അതിന്റെ മുകളിലൂടെ ചോദ്യം ചോദിച്ച MLAക്ക് അഭിവാദ്യങ്ങൾ. അതുപോലെ കേരളത്തിൽ ലെവൽ ക്രോസുകളില്ലാത്ത കേരളമാക്കാൻ എന്ത് തടസ്സം ആര് വരുത്തിയാലും അത് തട്ടിമാറ്റിക്കൊണ്ട് LDF സർക്കാർ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. സാർ.